ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിക്കും. ശനിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് നിന്നും ശാലിനി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച പ്രിയ നടൻ മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിക്കുകയാണ്. കഴിഞ്ഞ 23-ാം തീയതിയാണ് ഡൽഹിയിൽ നടന്ന ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അദ്ദേഹത്തിന് പുരസ്കാരം സമ്മാനിച്ചത്. ഇതിന്റെ ഒരു ആദരം എന്നോണമാണ് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി സർക്കാർ തന്നെ അംഗീകരിക്കുന്നത്, ഒപ്പം തന്നെ ആദരിക്കുന്നത് പ്രിയ നടൻ മോഹൻലാലിനെ. ശനിയാഴ്ച തിരുവനന്തപുരത്താണ് ഔദ്യോഗികമായി ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ മോഹൻലാൽ നേരിട്ടെത്തി ഈ ആദരം സ്വീകരിക്കുമെന്നുള്ളതും അറിയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ജന്മനാട് പത്തനംതിട്ടയിലാണ് എങ്കിൽ പോലും തിരുവനന്തപുരത്ത് വളർന്ന് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇടങ്ങളിൽ സഞ്ചരിച്ച് സിനിമയിലൊക്കെ പോയതും ആദ്യ ഷോട്ടൊക്കെ സമ്മാനിച്ചതും ഒക്കെ തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് വെച്ചുള്ള ഒരു ആദരം എന്നുള്ളത് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചടങ്ങ് തിരുവനന്തപുരത്തേക്ക് ഒരുക്കിയിട്ടുമുള്ളത്. എന്തായാലും ശനിയാഴ്ച ഔദ്യോഗികമായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആദരം നൽകുകയാണ്. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം മലയാള സിനിമയിലേക്ക് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം എത്തിച്ച മോഹൻലാലിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി ആദരം നൽകുന്നു. അതിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികളടക്കമുള്ളവർ പങ്കെടുക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും വലിയൊരു പുരസ്കാരം മലയാള സിനിമയിലേക്ക് എത്തിക്കുമ്പോൾ അത്രയധികം ആദരം മലയാള സിനിമാ ലോകവും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് തന്നെ ലാലേട്ടന് സമ്മാനിക്കുകയാണ്. എന്തായാലും അതിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങളൊക്കെ നാളെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ വിശദീകരിക്കുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത്.